guys, assalamu alaikum. Welcome back to my channel. ഇന്ന് ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണെങ്കിൽ റെയിൻബോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. വീട്ടിൽ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ എങ്ങനെയാണെന്ന് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് കോഴിയടയാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൈദമാവ് കൊണ്ട് ചപ്പാത്തിക്ക് എന്ന പോലെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ബൂരിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡ് പോർഷനിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാല ഇതിൻ്റെ സൈഡാക്കി വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അരികത്ത് ഒരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടാണ് നമ്മളൊന്ന് കോഴിയട ഉണ്ടാക്കുന്നത്. ഞാനും ഉമ്മയും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ നല്ല വലുതായിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പോലെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുക്കും. എന്നിട്ട് ഞാൻ നമ്മുടെ ചെറിയ എന്തെങ്കിലും അടപ്പ്, ടിഫിൻ്റെ അടപ്പോ അതൊക്കെ കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ആ വലിയ പരത്തി വെച്ചതിൽ നമുക്ക് കറക്റ്റ് റൗണ്ടിൽ ഷേപ്പിലാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കും. 60 കോഴിയടയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പിയും കാര്യങ്ങളും ഇനിയൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇനി എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കാം. 3/4 ലിറ്റർ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ കോഴിയടയായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ 4 or 5 എണ്ണമൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് എണ്ണ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കോഴിയുടെ ആകെ പൊള്ളാതെ അങ്ങനെ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ തന്നെ ആദ്യത്തെ ട്രിപ്പിൽ ഒരു 4 വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 or 6 വെച്ച് ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. മുറുക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു നല്ല ക്രിസ്പി ആയിട്ട് തോന്നില്ല. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പുറവശമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അങ്ങനെയായിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് കേട് വരാതെ കുറേ നിൽക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കേട് വന്നു പോകും. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കുക. ഇനി നമുക്ക് പത്തിരിക്കും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പത്തിരി ഉമ്മ എല്ലാം കറക്റ്റാക്കി മാവൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ കസിൻ ഇങ്ങനെ മാവ് ഉരുട്ടി തരുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പത്തിരിപ്പണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ജ്യൂസിനുള്ളതാണ്. അപ്പോൾ ജ്യൂസിന് ഞാൻ മാംഗോ ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് വൈകിട്ട് കറണ്ട് പോകുമെന്ന് പേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ അടിച്ച് വെക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ ആ ടൈം ആകുമ്പോൾ എടുക്കാമല്ലോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് തണ്ണിമത്തൻ ജ്യൂസും കൂടെ ഉണ്ടാക്കാം. അത് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ട്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. വീട്ടിൽ റിലേറ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാം. അപ്പോൾ നമ്മളിതാ പെട്ടെന്ന് തന്നെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. കറണ്ട് പോണതിന് മുന്നേ തന്നെ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടിപൊളി ഒരു ദോശമാവ് കൊണ്ട് നമുക്കൊരു അപ്പം ഉണ്ടാക്കാം. അപ്പോൾ പുളി ഇല്ലാത്തൊരു ദോശമാവ് എടുക്കാം. അത് കുറച്ചെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അപ്പമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 2 അച്ച് ശർക്കര ഇതിലേക്ക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാത്തത് പൊടിച്ചത് നല്ല നൈസായിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചിരവിതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി വന്നിട്ടുണ്ട്. ഈ മിക്സ് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെച്ച് നല്ലോണം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മിക്സ് നമ്മുടെ മാവിൻ്റെ മിക്സൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്കിൻ്റെ ടിന്നിൽ നെയ്യ് നല്ലോണം എല്ലാ സൈഡും പുരട്ടിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് നമുക്കിത് സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ അതിന് മുകളിലായി അണ്ടിപ്പരിപ്പും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. നെയ്യിൽ റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിനി അടപ്പിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ടു ഒരു 3/4 മണിക്കൂർ വരെ നമുക്ക് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു
നമുക്കിതുപോലെ സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുവരെ കമ്പി വെച്ചിട്ടോ നമുക്കൊന്ന് കുത്തി കൊടുക്കാം. പപ്പടം കുത്തിയും കൊണ്ട് ഞാൻ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീമിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ജ്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ റിലേറ്റീവ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നോമ്പ് തുറപ്പിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, എല്ലാവരും കൂടെ അങ്ങനെ നോമ്പ് തുറക്കാൻ. ഇനി കഴിക്കാൻ വേണ്ടി ഇരിക്കാം. അപ്പോൾ കഴിക്കാനായിട്ട് പത്തിരിയും അതുപോലെ തന്നെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണുള്ളത്. അപ്പോൾ അതും കൂട്ടി നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു ചിക്കൻ കറിയും പത്തിരിയും ഒക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ഇനി അത്താഴത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കണം, ക്യാപ്സിക്കൻ ചിക്കൻ കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ തന്നെ ഞാനൊന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കുക. അതിന് ശേഷമാണ് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് പുരട്ടി വെച്ചിട്ട് ഞാൻ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച് ഈ ചിക്കൻ ഓരോന്നായിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 വശം നല്ലപോലെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മിസ്സാക്കാതെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുക. അപ്പോൾ അടിപൊളി ചിക്കൻ കറിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പത്തിരിക്കും പൊറോട്ടയ്ക്കും അതുപോലെ ചോറിനും എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വന്നപ്പോൾ ഞാൻ വേറെ സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വശവും നല്ലപോലെ റെഡി ആയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ക്യാപ്സിക്കം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് ചിക്കനൊക്കെ പോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ഇടുന്നതുകൊണ്ട് തന്നെ ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിനിങ്ങനെ ഇടയ്ക്ക് കടിക്കാനും കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ പച്ചയായിട്ട് ഇടുന്ന സമയത്തും അതിന് ടേസ്റ്റ് ഒരു ഡിഫറൻസ് വരും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മസാലയും കറികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി പൊരിച്ച എണ്ണ, ചിക്കനൊക്കെ പൊരിച്ചതിൻ്റെ എണ്ണ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2-3 സവാള ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം കുറച്ച് മല്ലിയില ഫ്രഷ് ആയിട്ടുള്ളത് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 ചെറിയ തക്കാളിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് വഴറ്റി ഇങ്ങനെ വെന്തുടഞ്ഞ പോലെ ആവണം, അതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അപ്പോഴേക്കും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഇത് കുതിർത്തെടുക്കാൻ വേണ്ടി ചെറിയ ചൂടോടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരുപാട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടീസ്പൂൺ അല്ലെങ്കിൽ ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 3 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. അപ്പോൾ ചുടുവെള്ളം കൂടി ചെറിയൊരു ചൂടുള്ള ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു തിള വന്ന് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ചിക്കൻ മസാല പൊടിയും കൂടിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായി കുറുകി വരണം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ആഡ് ചെയ്യുമ്പോഴും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി നല്ലപോലെ നമ്മുടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ക്യാപ്സിക്കം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചിക്കൻ കറിക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ഗ്രേവി ആയിട്ടാണ്, ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല. നമ്മുടെ ഗ്രേവി കുറച്ച് നല്ല തിക്കായിട്ട് തന്നെയാണ് നമ്മുടെ കറി ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും. ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗറാണ്. അപ്പോൾ ഷുഗർ ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നാടൻ കറികളിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇന്ന് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഉണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.